PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് മാസം പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് പോയിന്റ് ആണ്. പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വയനാട്ടിൽ ജൂലൈ 31 ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മുണ്ടക്കൈയും ചൂരൽമലയുമാണ്. ഇത് മലയാളികൾ ആരും മറക്കാൻ സാധ്യതയില്ല. വയനാട്ടിൽ ജൂലൈ 31 ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മുണ്ടക്കൈ, ചൂരൽമല. UPSC ചെയർപേഴ്സൺ, ഇപ്പോഴത്തെ UPSC ചെയർപേഴ്സൺ പ്രീതി സുധനാണ് UPSC ചെയർപേഴ്സൺ. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ സാധന സക്സേന നായരാണ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടറാണ് സാധന സക്സേന നായർ. അപ്പോൾ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മുണ്ടക്കൈ, ചൂരൽമലയാണ്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പ്രീതി സുധനാണ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ സാധന സക്സേന നായർ. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PACയുടെ ചെയർമാൻ KC വേണുഗോപാലാണ്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തു. ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയും തിരഞ്ഞെടുത്തു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതിക്ക് 4 ആസ്ട്രോണറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ? ആ 4 പേരുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. ഒന്ന് പഠിക്കാം നമുക്കത്. ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്, ഓർത്തു വെച്ചോണം. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കഡ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. ഈ 4 പേരുടെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കഡ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു. അപ്പോൾ ആർക്കാണ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത്? ദ്രൗപദി മുർമുവിനാണ് നൽകിയത്. ഫിജിയുടെ പ്രസിഡന്റ് ആണ്. ഇപ്പോഴത്തെ ഫിജിയുടെ പ്രസിഡന്റ് നൈക്കാമ ലാല ബലാവു ആണ് കേട്ടോ. നൈക്കാമ ലാല ബലാവു ആണ് ഇപ്പോഴത്തെ ഫിജിയുടെ പ്രസിഡന്റ്. കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് സഫിൻ ഹസൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഫിൻ ഹസൻ ആണ്. സഫിൻ ഹസൻ. UPSCയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധനാണ്. PSC പ്രീതി സുധൻ. UPSC പ്രീതി സുധൻ. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യത്തെ വനിതാ ഡയറക്ടറുടെ പേരെന്തായിരുന്നു? സാധന സക്സേന നായരാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഫിൻ ഹസൻ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം അല്ലെ? ശാസ്ത്രം, സാങ്കേതിക വിദ്യ, നൂതനാശയം എന്നീ മേഖലകളിലെ മികച്ച ഗവേഷകരുടെ സംഭാവനകളെ അംഗീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ദേശീയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. അത് ഇത്തവണ 32 വ്യക്തികൾക്കും പിന്നെ ISROയുടെ ചന്ദ്രയാൻ ടീമിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 32 വ്യക്തികളിൽ 2 മലയാളികളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്നപൂർണി സുബ്രഹ്മണ്യയുടെ മേഖല ബഹിരാകാശം, ശാസ്ത്രം, സാങ്കേതിക വിദ്യയാണ് കേട്ടോ. ബഹിരാകാശ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന മേഖലയിലെ പ്രവർത്തനത്തിന് അന്നപൂർണി സുബ്രഹ്മണ്യന് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കിട്ടി. അടുത്തത് റോക്സി മാത്യു കോളിൽ. ഭൂമിശാസ്ത്രമാണ് കേട്ടോ. റോക്സി മാത്യു കോളിൽ. അപ്പോൾ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയത് 2 മലയാളികളാണ്. അന്നപൂർണി സുബ്രഹ്മണ്യനും റോക്സി മാത്യു കോളിനും. അന്നപൂർണി സുബ്രഹ്മണ്യൻ, റോക്സി മാത്യു കോളിൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ് ആണ്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ്. സ്റ്റേറ്റ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആരാണ്? PT ബാബുരാജ് ആണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർ ലെസ്റ്റ. അപ്പം നേരത്തെ നമ്മൾ ദ്രൗപദി മുർമുവിന് എന്താ കിട്ടിയെന്ന് പറഞ്ഞേ? ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചതും ദ്രൗപദി മുർമുവിനാണ് അല്ലേ? അതുപോലെ തന്നെ ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച ടിമോർ ലെസ്റ്റ. സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവ് T പത്മനാഭനാണ്. സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവ് T പത്മനാഭൻ. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. പശ്ചിമ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. 7ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. 2000 മുതൽ 2011 വരെ
പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 2011 ശേഷമാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ 2011 തൊട്ട് ഇപ്പോൾ വരെ മമതാ ബാനർജിയാണ് അല്ലേ. അതിനു മുൻപ് 2011 വരെ ബുദ്ധദേവ് ഭട്ടാചാര്യ ആയിരുന്നു പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിൽ പ്രശസ്തയാണ്? യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ്. യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ മേഖല ഭരതനാട്യവും കുച്ചിപ്പുടിയുമാണ്. കേരളത്തിലെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. കേരളത്തിന്റെ ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ് ആണ് കേട്ടോ. കേരളത്തിന്റെ ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് അന്തരിച്ചു. നട്വർ സിംഗ് മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹം അന്തരിച്ചു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? ഫോറിൻ മിനിസ്റ്റർ S ജയശങ്കർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് 2024 ഓഗസ്റ്റ് മാസത്തിലെ PSC ബുള്ളറ്റിൻ പാർട്ട് 2 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പഠിച്ച പോയിന്റുകൾ ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം ഏതാണ്? മുണ്ടക്കൈ ചൂരൽമലയാണ്. UPSCയുടെ ചെയർപേഴ്സൺ പ്രീതി സുധൻ. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ സാധന സക്സേന നായർ. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KC വേണുഗോപാൽ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായിട്ട് സെലക്ട് ചെയ്ത 4 പേരുടെ പേര് ഏതൊക്കെയാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ മലയാളിയാണ്. അജിത് കൃഷ്ണൻ, അങ്കഡ് പ്രതാപ്, ശുഭാൻഷു ശുക്ല. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ സഫിൻ ഹസൻ. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ആരാണ്? PT ബാബുരാജ് ആണ്. പിന്നെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയ മലയാളികളാണ് അന്നപൂർണി സുബ്രഹ്മണ്യനും റോക്സി മാത്യു കോളിലും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച ടിമോർ ലെസ്റ്റ. സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവ് T പത്മനാഭൻ. പശ്ചിമബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിൽ പ്രശസ്തയാണ്? ഭരതനാട്യം, കുച്ചിപ്പുടി. കേരളത്തിലെ മുൻ തദ്ദേശ വകുപ്പ് മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് അന്തരിച്ചു. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്